ഡിയർ ഫ്രണ്ട്സ്, ഹലോ ഹലോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാനും ഹനിക്കുട്ടിയും കൂടി മാത്രം ഒരു ഡെസേർട്ട് സഫാരിക്ക് പോകണം. പുടു അറിഞ്ഞിട്ടില്ല. അപ്പോൾ തൽക്കാലം പുടു ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. വിഷ്ണുവാണ് ഇന്ന് പുടുവിനെ നോക്കാൻ പോണേ. ഇപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടുന്ന് കാറ് പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ICL ട്രാവൽസ് ആൻഡ് ടൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയാണ് ദുബായിലെ. അവരുടെ ഇതിലാണ് ഞാൻ പോണത്, ഞങ്ങൾ രണ്ടാളും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുന്ന പല സ്കാംസും ഉണ്ട്. ഇപ്പോൾ ഡെസേർട്ട് സഫാരി എന്ന് പറഞ്ഞ് കൊണ്ടുപോകും. ഒരുപാട് കമ്പനീസ് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ അതെല്ലാം ചെറിയ ഡ്യൂൺസ് ഉള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് പറ്റിക്കും. ചെറിയ സ്ഥലത്ത് കൊണ്ടുപോയി അതുപോലെ ഫുഡൊക്കെ മോശമായിരിക്കും. രാത്രി ഒരു ഫുഡൊക്കെ ആയിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്. അത് നോക്കി സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് കുറേ റിവ്യൂസ് എടുത്തിട്ടാണ് ഈ ICL ട്രാവൽ ആൻഡ് ടൂർസിലേക്ക് എത്തിയത്. അപ്പോൾ അവരുടെ അൺലിമിറ്റഡ് ഡിന്നർ ബുഫേയും പിന്നെന്താ ക്യാമൽ സഫാരി അവിടെ ചെന്നിട്ട് പിന്നെ ഡാൻസിങ്, ബെല്ലി ഡാൻസിങ്ങും കുറേ കാര്യങ്ങളുണ്ടാവും. ഫയർ ഡാൻസ്, പിന്നെ യാത്ര. അപ്പോൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്ന നമ്മുടെ മില്ലേനിയം ടവേഴ്സിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വന്നിട്ടുണ്ട് പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകും. അനു കൂടി റെഡിയായി കഴിഞ്ഞു. സുബിയാകും. പുടുവിനെ അറിയാതെയാണ് പോകുന്നത്. പുടു അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂണി എസ്റ്റേറ്റ് ബിൽഡിങ്ങിൽ നിന്ന് പോകുന്നു. അപ്പാർട്ട്മെൻറ്റ് നമ്മൾ സാധാരണ റിസപ്ഷൻ ഏരിയ അങ്ങനെ അധികം കാണിച്ചിട്ടില്ല അല്ലേ? ഇതുവഴിയാണ് കയറുന്നത്. നമ്മളെപ്പോഴും കാറിൽ വന്ന് താഴെ ഗ്യാരേജിൽ വെച്ചിട്ട് പാർക്കിങ്ങിൽ നിന്ന് അവിടെ നിന്ന് ലിഫ്റ്റ് കയറും. അതാണ്. ഓക്കെ, വണ്ടി ഇവിടെ വെളിയിൽ വെയിറ്റിംഗ് ആണ്. ഓക്കെ ഓക്കെ, അങ്ങനെ ഇവിടെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ മനസ്സിലാക്കി. ICL ട്രാവൽസ്, അത് ടൂർസ് ആൻഡ് ട്രാവൽസ്, അവരുടെ അനുഭവിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ വന്ന് നമ്മളെ സ്പോട്ടിൽ നിന്ന് പിക്ക് ചെയ്യും. സാധാരണ ചിലതൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പിക്കിംഗ് പോയിന്റിൽ പോകണം. അത് വേണം. വണ്ടി ഇതേ വാഹനത്തിൽ തന്നെയാണ് നമ്മൾ ഡെസേർട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മുടെ ഡെസേർട്ട് ഡ്രൈവിന് വേണ്ടിയുള്ള ആ സ്റ്റെപ്പും ആദ്യത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത സമയം തൊട്ട് ഉള്ള വിശേഷങ്ങളാണ്. ദാറ്റ് ഈസ് ഇതിന് മുന്നേ എനിക്ക് തോന്നുന്നു മേ ബി ഒരു 8 years ബാക്കാണെന്ന് തോന്നുന്നു ഞാൻ ദുബായിൽ വെച്ചിട്ടൊരു ഡെസേർട്ട് ഡ്രൈവ് എടുത്തിട്ടുണ്ട്. പക്ഷേ അത് എൻ്റയർലി ഡിഫറെൻറ്റ്. നമ്മളൊരു സ്ഥലത്തൊരു പോയിന്റ് പറയും, പിക്കപ്പ് പോയിന്റ്, അവിടെ പോയി നിൽക്കണം. പിന്നെ വേറെ ആൾക്കാരുണ്ടാവും, അവരുടെ കൂടെ എല്ലാവരും കൂടി ഒരു വാഹനത്തിലാണ് പോകുന്നത്, ഒരു വാൻ പോലെ ഒരു സംഭവം. പിന്നെ അവിടെ നിന്ന് വേറൊരു പോയിന്റിൽ ചെന്നിട്ട് മാറ്റി വേറെ വാഹനത്തിൽ കയറിയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ടൂർ പോലെ ഇരിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇത് തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ICL ടൂർ ആൻഡ് ട്രാവൽസ് എന്ന് പറയുമ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് ഭയങ്കര, ഇത് പ്രീമിയമാണ്. കാരണം നമ്മൾ എവിടെയാണോ താമസിക്കുന്നത്, നമ്മുടെ പോയിന്റ് എവിടെയാണോ അവിടെ വന്ന് പിക്കപ്പ് ചെയ്യുന്നു, തിരിച്ച് അവിടെ തന്നെ കൊണ്ട് വിടുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു. ആൻഡ് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ വാഹനത്തിൽ. ഈ വാഹനം തന്നെ ആയിരിക്കും ത്രൂ ഔട്ട്. ഇനി മാറി കയറുമൊന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലും ബാഗോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ സംതിങ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് ഈ ബാഗ് ഇതിനകത്ത് സൂക്ഷിക്കുകയും ചെയ്യാമല്ലോ. പിന്നെ എക്സ്ക്ലൂസീവായിട്ട് പോകാം. വേറെ ആൾക്കാരൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ താനുകുട്ടി അവിടെ ഇങ്ങനെ സൈറ്റ് സീയിങ് ആയിട്ട് അങ്ങോട്ട് ജനലിൽ കൊണ്ടുപോയിക്കോട്ടെ. ഞാൻ ഈ സൈഡിലിരിക്കുന്നു, കുഞ്ഞിനെ കൊണ്ടുവന്നിട്ടില്ല. അപ്പം ഇതൊരു ലേഡീസ് ട്രിപ്പായിട്ട് പോവാണ്. അപ്പോൾ ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് സിലിക്കൺ ഓയസസ് ആ ഭാഗത്തു നിന്ന് ഒരു 1/2 hour ഉണ്ട് ഇതിൻ്റെ അടുത്ത പോയിന്റിലെത്താൻ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഡെസേർട്ട് ഡ്രൈവാണ്. അപ്പോൾ രസകരമാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത് അവസാനം വരെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ, ICL ട്രാവൽസിൻ്റെ എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന്. കാര്യം അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഇപ്പം തന്നെ ഇതൊക്കെ ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് അല്ലേ? പ്രീമിയം ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നമ്മളെ കൊണ്ടുപോകുന്നു, തിരിച്ചു കൊണ്ടുവിടുന്നു. നൈസ്. അതെ, ഇവിടെ ഒരു പോയിന്റ്. നമ്മൾ ദുബായ് സിറ്റി കഴിഞ്ഞു, മുന്നോട്ട് വന്നു. ഏകദേശം ഒരു 30-35 minutes. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെയാണ് എല്ലാ വാഹനങ്ങളും ആദ്യം കൊണ്ട് നിർത്തും. എന്താ വെച്ചാൽ ടയേഴ്സൊക്കെ ഡീഫ്ലേറ്റ് ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട്. ഇനി അങ്ങോട്ട് ഡെസേർട്ടാണ്. ഡെസേർട്ട് ഡ്രൈവ് സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് പോകും. ഇതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. ഓക്കെ, എല്ലാവരും ടയറിൻ്റെ കാറ്റെല്ലാം ഡീഫ്ലേറ്റ് ചെയ്യുന്ന സംഭവം. ഒരു 10 minutes നമുക്കിവിടെ കിട്ടും. അപ്പോൾ വാഹനത്തിൻ്റെ ടയേഴ്സൊക്കെ ഡീഫ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഗെയിൻ നമ്മൾ സ്റ്റാർട്ട്. അവിടെ നിന്നാണ് ഡെസേർട്ട് ഡ്രൈവ്. നോക്കിയാൽ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെയും ടയേഴ്സ് ഡീഫ്ലേറ്റ് ചെയ്യാൻ പോവുകയാണത്. പുള്ളിക്കാരനാണ് സാരഥി. അങ്ങനെ കഴിഞ്ഞു, ഡീഫ്ലേറ്റിങ് കഴിഞ്ഞു പരിപാടി. ഇനി തുടങ്ങാം നമ്മുടെ ഡെസേർട്ട് സഫാരി സ്റ്റാർട്ട്. ഓക്കെ, നമ്മൾ സാൻഡ് ഡ്യൂൺസിലേക്ക് കയറുന്നു. ഇതാണ് റിയൽ ഡെസേർട്ട് ഡ്രൈവ്. വാ, ഇത് അനുഭവിച്ചറിയേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ അമ്മ, എൻ്റെ ബാക്ക് പെയിൻ. അയ്യോ അനു,
ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി കുറേ കൂടുതലായിട്ട് വരും. ആ പുറത്തേക്ക് നോക്കുമ്പോൾ കാണാം ഇതുപോലെ വേറെ കുറേ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നു, ദൂരെ കാണാം. നമ്മൾ ഡെസേർട്ടിലെ ഒരു പോയിന്റിലെത്തി, കുറച്ചൊരു പൊക്കത്തിൽ നിൽക്കുകയാണേ. ചുറ്റും നോക്കിക്കോളൂ. അമ്മടാ, ഓ വാട്ട് ആൻ എക്സ്പീരിയൻസ്. ഇതാണ് സാൻഡ് ഡ്യൂൺസ്. ഓ പക്ക ഡെസേർട്ടിൽ തന്നെ ഇപ്പം നിൽക്കുന്നത്. നമ്മൾ ഒരിടത്ത് എത്തി, നമ്മളിങ്ങനെ ഒരു വൈൽഡർനെസ്സിൻ്റെ നടുക്ക് നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഈ ചുറ്റും സാൻഡ് മാത്രം. പക്ഷേ ഇങ്ങനത്തെ എന്താ പറയുക, ഈ ഡ്രൈവൊക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണമല്ലേ, അകത്തിരിക്കുന്നവരെ സമ്മതിക്കണം. ഇത് ശരിക്കും നല്ല രസമാണ്, പക്ഷേ നമ്മൾ അതിനുള്ള മെൻറ്റൽ പ്രിപ്പറേഷൻ വേണം. നല്ല താഴ്ചയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് ഏറ്റവും പൊക്കത്തിൽ പോയി പിന്നെ താഴോട്ട് പോയി. അമ്മേ, ഇനി ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാം. ഒരു പോയിന്റിൽ നിർത്തുകയാണ്, എന്നിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും ജേർണി. കണ്ടുപോയിക്കോളൂ. ഓൾസാൻഡ് ദൂരെ ക്യാമലൊക്കെ പോണ കാണാം. ക്യാമൽസ് നടന്നു പോണത് കുറച്ച് ദൂരെയായിട്ട്. അവരുടെ സ്ഥലമാണല്ലോ ഇതെല്ലാം, ഡെസേർട്ട് ഏരിയാസ്. ഇത് നോക്ക്, ഭയങ്കര അല്ലേ. താഴോട്ട് നോക്കിയാൽ അങ്ങോട്ട് നമ്മളൊരു ടോപ്പ് പോയിന്റ് പോലെ നിൽക്കുന്നു. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിപ്പ് പോലെ. അതെ, നോക്കി അങ്ങോട്ട് നോക്കി. ഇവിടെ എല്ലാം വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ടയർ മാർക്സ് ആണ് ചുറ്റോട് ചുറ്റും. അത് നമുക്ക് കാണാം. അത് കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആണ്. നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യാൻ. ഈ റൂട്ട്സ് ഒന്നും നമുക്കറിയില്ലല്ലോ. നമ്മളൊരു ബ്യൂട്ടിഫുൾ ഡെസേർട്ട് ഡ്രൈവ് എക്സ്പീരിയൻസ് ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക് എടുത്തു. അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. കാണാമായിരുന്നല്ലോ എങ്ങനെയാണ് നമ്മൾ പോയത്, എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാർ പോകുന്നത്. ഈ കഴിഞ്ഞിട്ടില്ല, ഇനി നമ്മൾ ക്യാമ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരം ഇങ്ങനെ ഇതേപോലെ തന്നെ സാൻഡ് ഡ്യൂൺസിലൂടെ കയറി ഇറങ്ങി പിന്നെ കുറച്ച് ലെവലായിട്ടുള്ള റോഡിലൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഏതാണ്ട് ഒരു 1 hour ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്യാമ്പെത്തും. ഓക്കെ, ക്യാമ്പിൽ ചെന്നാൽ അതർ ഫൺ ആക്ടിവിറ്റീസ് ഒരുപാട് കാര്യങ്ങളുണ്ട്. മെഹന്തി ഇടാം, പിന്നെ എന്തൊക്കെയുണ്ട്, ക്യാമൽ റൈഡ് ഉണ്ട്, അല്ലേ എന്തൊക്കെയുണ്ട്. പിന്നെ നല്ല ഫുഡ് കിട്ടും രാത്രി, അൺലിമിറ്റഡ്. പിന്നെ വെൽക്കം ഡ്രിങ്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. പിന്നെ ബെല്ലി ഡാൻസ്, ഫയർ ഡാൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ്. ഇത് ഇവിടെയൊക്കെ ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നു. ഈ ഒരു പോയിന്റിലും കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഓരോ ഡ്യൂൺസിൻ്റെ ഭാഗത്തും വന്ന് നിന്നിട്ട് ഇങ്ങനെ എവിടെയാണോ നമുക്ക് ഇഷ്ടം അവിടെ നിർത്താൻ പറ്റും. അപ്പം നമ്മളിങ്ങനെ കുറേ ഡെസേർട്ടിലൂടെയൊക്കെ സഞ്ചരിച്ച ഡ്യൂൺസൊക്കെ കയറി വീണ്ടും ലെവൽ ഗ്രൗണ്ടിലെത്തി. ഇനി അടുത്ത സെഗ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്യാമ്പ് ഏരിയയാണ്. ക്യാമ്പ് ഏരിയയിൽ നമ്മൾ ആ റോഡിലൂടെ തന്നെ സഞ്ചരിച്ച് എത്താൻ പറ്റും. അപ്പോൾ ഈ 1 hour നമ്മൾ ഡെസേർട്ടിലല്ല സഞ്ചരിക്കുന്നത്. കുറച്ചൊരു 15-20 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ റോഡിലെത്തി. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ എത്തുമ്പോൾ വീണ്ടും നമ്മുടെ ടയറിനെ അത് ഡീഫ്ലേറ്റ് ചെയ്തിട്ടല്ലേ വന്നത്, അതിൻ്റെ കാറ്റ് ഊരിയിട്ട്. അപ്പോൾ ഇനി വീണ്ടും കാറ്റ് കയറ്റി ഇൻഫ്ലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനും പോയിൻറ്റ്സ് ഉണ്ട്. ആ ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. യെസ്, അങ്ങനെ നമ്മളെത്തി. ഇതിപ്പോൾ ശരിക്കും സൺസെറ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയം. നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ഒരു ആംബിയൻസ്. ഇതാണ് അവരുടെ ക്യാമ്പ്. സോ ICL ടൂറിസത്തിൻ്റെ ക്യാമ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇത് ശരിക്കും ഒരു പ്രീമിയം ഒരു പാക്കേജാണ്. ഡെസേർട്ടിൻ്റെ നടുക്കൊരു ലക്ഷറി. വാവ്, പല പല കാറുകളിലായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്, ഫാമിലീസും അങ്ങനെ, അല്ലാണ്ട് ഗ്രൂപ്പല്ല. എന്താ തണുപ്പ്, എന്ത് നല്ല വെതർ. അനു ഇങ്ങനെ തണുത്തു. ലെറ്റ്സ് ഗോ. ഇനി നമ്മൾ ക്യാമ്പ് വിശേഷങ്ങൾ. ഇനിയാണ് എൻജോയ്മെൻറ്റ്. അടുത്ത സെറ്റ് ഒരു റൗണ്ട്. അതെ, ബെല്ലി ഡാൻസിങ്, ഫുഡ്, കുറേ കാര്യങ്ങൾ. ഇവിടെ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം.
ഇറ്റ്സ് വെരി നൈസ്. നല്ല തണുപ്പ്. ആക്ച്വലി പറഞ്ഞാൽ സ്വെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജാക്കറ്റോ ഒക്കെ ഉള്ളതെന്നല്ല. ബട്ട് എനിക്കൊന്നുമില്ല. വേണ്ട വേണ്ട വേണ്ട. അതെ, പുള്ളി തണുപ്പ് കൊണ്ടിങ്ങനെ ക്യാപ്പൊക്കെ ചെവിയെല്ലാം കവർ ചെയ്ത് നിൽക്കും. Okay, give them table number 4 then. 4? Hi ma'am. Hi. അതെ 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 അതെ. Yeah, 20. നമ്മളെങ്ങോട്ടാ? ക്യാമ്പിൽ ഗൈഡാണ്. ഓ ഓക്കെ. ആ ശരി, ഓക്കെ ഓക്കെ. ഓ, ക്യാമ്പിലും ഗൈഡുണ്ട്. വാവ്, നൈസ്. ഞാൻ ഇന്നലെ മാമിന്റെ ഇത് സൂപ്പ് മഷ്റൂം സൂപ്പ് ട്രൈ ചെയ്തു ഇന്നലെ രാത്രി. ഓ ശരിയാ. ഓ താങ്ക് യു താങ്ക് യു. അവന്റെ കുക്കിംഗ് ഒക്കെ വളരെ നല്ലതാണ്. താങ്ക് യു താങ്ക് യു. താങ്ക് യു. ഗുഡ് ഗേൾ ചാടി എഴുന്നേക്കൊന്നും ചെയ്ത്. നമ്മളെന്തായാലും ക്യാമൽ റൈഡ് എടുക്കുന്നില്ല, പക്ഷെ അത് ഇതിൻ്റെ ഈ പാക്കേജിൻ്റെ പാർട്ടാണ്. കോംപ്ലിമെൻ്ററി ആണ്. ഒരു ക്യാമൽ റൈഡൊക്കെ ഉണ്ട്. അയ്യോ എൻ്റെ അമ്മേ, എൻ്റെ അടുത്തോട്ടൊരു സ്നേഹം. ഇതൊരു കറക്റ്റ് ടൈമിംഗ് ആണ്. ഒരു ട്വിലൈറ്റ് ടൈമാണ്, കണ്ടില്ലേ? എന്താ പറയുക, സന്ധ്യ എന്നൊക്കെ നമ്മൾ പറയില്ലേ. സൺ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് സൺ സെറ്റ് കഴിഞ്ഞിട്ടൊരു പ്രകാശം ഉണ്ടാവില്ല, ഒരു ഓറഞ്ച്, ഒരു ബ്യൂട്ടിഫുൾ ബ്ലൂ സ്കൈയും ആ ഓറഞ്ചും കൂടി വരുമ്പോൾ ഇങ്ങനെ കുറേ ക്യാമൽസ്. ഇനി നമ്മുടെ ഒരു വെൽക്കം ഖാവ ആൻഡ് ഡേറ്റ്സ് ഉണ്ട്, അതും കൂടി. ഈ ക്യാമലിൻ്റെ പുറത്ത് കയറുമ്പോഴേ ഇരുന്ന് കഴിഞ്ഞിട്ട് അവനൊന്ന് എഴുന്നേക്കും. അപ്പം നമ്മളിങ്ങനെ, പിന്നെ അതുപോലെ തിരിച്ചു വരുമ്പോൾ ഒരു ഇരുത്തമുണ്ട്. ആൾ ആദ്യം 2 കൈ അങ്ങ് കുത്തും, അപ്പം നമ്മുടെ ബാക്ക് അടിച്ചു പോകും. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. എല്ലാവർക്കും പറ്റില്ല, എനിക്കത് ഒട്ടും പറ്റില്ല. ഖാവ കൊള്ളാം, ബട്ട് ഷുഗർ ഇല്ലാതെയല്ലേ അവർ ചെയ്യുന്നത്. ഡേറ്റ്സിൻ്റെ കൂടെ തന്നെ കുടിക്കണം. കഴിച്ച് വായിലും ഡേറ്റ്സും കൂടി ഇട്ടൊന്ന് സ്വീറ്റ് അത് കിട്ടാൻ അപ്പോൾ ശരിയാവും അല്ലേ. ഇനി അടുത്തൊരു കാര്യമുണ്ട്, അതായത് അറബിക് കോസ്റ്റ്യൂംസ് ഇട്ടിട്ട് നമുക്കൊരു ദാറ്റ്സ് അഗൈൻ കോംപ്ലിമെൻ്ററി, എന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും. യെസ്, അങ്ങനെ അറബിക് കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞ് നോക്കണോ. അത് തൊള്ളാം. ഇത് അതിൻ്റെ ബാക്കി പറ. ഞങ്ങളാണ് ഇവിടുത്തെ അറബി ലേഡീസ്. ഇനി ഇവിടെ ഇരുന്നിട്ടൊരു ഫോട്ടോ. അപ്പോൾ ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആട്ടോ, ഫോട്ടോസ് എല്ലാം. ഇതൊക്കെ നമുക്കിങ്ങനെ ഫോട്ടോഗ്രാഫൊക്കെ എടുത്ത് വെച്ചാൽ ഒരു മെമ്മറി അല്ലേ, രസമല്ലേ? അങ്ങനെ അല്ലേനു ബെല്ലി ഡാൻസിന് പോവാം. അപ്പോൾ നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കാം. അത് ഇവിടെയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ബാർ കൗണ്ടർ ഉണ്ട്. അത് പേ ചെയ്ത ആൾക്കാർക്ക് ഹോട്ട് വേണമെന്നുള്ളവർക്ക്, അല്ലാണ്ട് നമുക്ക് ഇവിടെ കഴിക്കാം. ദിസ് ഈസ് പ്ലെയിൻ വാട്ടർ. ഇത് വെള്ളം. ഇപ്പുറത്ത് കോക്ക കോള അങ്ങനത്തെ എല്ലാ ഏറിയേറ്റഡ് ഡ്രിങ്ക്സ് ഇവിടെ കിട്ടും. ഞാനിപ്പോൾ മൗണ്ടൻ ഡ്യൂ ആയിട്ട് എടുത്തത്. അവിടെ കൊക്ക കോളയൊക്കെ ഉള്ളത് ഇഷ്ടം പോലെയാണ്. ഇത് അൺലിമിറ്റഡ് ആണ്, ചിൽഡായിട്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരെണ്ണം കുടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വീണ്ടും എടുക്കാം, അങ്ങനെ വേണമെങ്കിൽ. അതായത് ഇത്രയും സ്പേഷ്യസ് ആണ്, ഇത്രയും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഫുഡ് എടുത്തുകൊണ്ട് വന്നിട്ട് സ്വന്തമായിട്ട് ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇനി അല്ലാണ്ട് പ്രൈവറ്റായിട്ടിരുന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ VIP ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കുറേ കൗണ്ടേഴ്സ് പോലെ ഉണ്ട്. ക്ലോസ്ഡ് മീൻസ് ഇങ്ങനെ ഒരു റൂംസ് പോലെ നോക്ക് കാണാമല്ലോ. അപ്പോൾ അവിടെ അവർക്ക് മാത്രമായിട്ടിരുന്ന് വേണമെങ്കിൽ കഴിക്കാം. അങ്ങനെയും ഓപ്ഷൻസ് ഉണ്ട്. ഇല്ല, പ്രോഗ്രാംസ് തുടങ്ങിയിട്ടില്ല കേട്ടോ. അത് കഴിയുമ്പോൾ ഭയങ്കര ലൈവ്ലി ആകും. ഇപ്പം നമ്മളിങ്ങനെ കറങ്ങി നടക്കുന്നേ ഉള്ളൂ. ഇനി ബെല്ലി ഡാൻസും മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഈ സെൻറ്റർ സ്റ്റേജിലാണ് വരാൻ പോകുന്നത്. അത് ഇച്ചിരി എലിവേറ്റഡ് പ്ലേസിലായതുകൊണ്ട് കുഴപ്പമില്ല, നല്ലതാണ്. പ്രൈവറ്റ് ഏരിയ, പ്രൈവറ്റ് ഡൈനിങ് പോലെ ഇവിടെയെല്ലാം. പക്ഷേ എനിക്ക് പ്രൈവറ്റ് ഡൈനിങ്ങിനെക്കാട്ടും ഇതാണ് സന്തോഷം തോന്നുന്നത്. പക്ഷെ എല്ലാ ആൾക്കാരുടെ ഇടയിലിരിക്കുന്നതല്ലേ രസം. പിന്നെ ഫുഡ് കൗണ്ടേഴ്സ് എല്ലാം ഓപ്പൺ ആയി തുടങ്ങിയിട്ടുണ്ട്. വേണമെങ്കിൽ സ്റ്റാർട്ടേഴ്സ് തൊട്ട് തുടങ്ങാം.
നമുക്ക് വെയിറ്റേഴ്സിൻ്റെ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഓർഡേഴ്സ് കൊടുത്തിട്ട് അവർ പോയി എടുത്തുകൊണ്ട് വരണമെങ്കിൽ അതും ഉണ്ട്. അതിന് സെപ്പറേറ്റ് പേയ്മെൻറ്റ് വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ പാക്കേജിൽ വരും. ഇവരുമായിട്ട് നമ്മൾ ടൂർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ICL. ഓക്കെ, ICL ലാമ എന്നാണ് ഈ ഒരു ക്യാമ്പിൻ്റെ പേര്. Namak. Namkeen. Namak. Okay. This is falafel. Falafel. Yes. നമുക്ക് സെപ്പറേറ്റ് വെയിറ്റർ സർവീസ് വേണമെങ്കിൽ ഇതുപോലെ ലേഡീസ് എടുത്ത് അവിടെ കൊണ്ടുതരും. അതിന് സെപ്പറേറ്റ് പേയ്മെൻ്റ് ഉണ്ട്. ദിസ് ഈസ് അഗൈൻ സമോസാസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. വാട്ട് ഈസ് ദിസ്? എക്സ്ക്യൂസ്. ടിക്കീസ്. ഓക്കെ, ടിക്കീസ്. സ്റ്റാർട്ടേഴ്സ്. Again, tikis, potato balls. Yeah, cheese balls. Potato cheese balls. അവർ വെയിറ്റർ സർവീസ് ചെയ്യണം കേട്ടോ ചില സ്ഥലത്തൊക്കെ. ഇതെല്ലാം പക്കോറാസ്. വാവ്. ഓക്കെ, അപ്പോൾ എടുത്തു തുടങ്ങാം. ഇവിടെ കുറേ ഗ്രിൽസ് അത് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര നല്ല ഫുഡാണ് ഇവരുടെ. സമോസാസ്. ഇനി ഇത് കഴിഞ്ഞാൽ മെയിൻ കൗണ്ടേഴ്സ് എല്ലാം ഓപ്പൺ ആവും. അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോയി എടുക്കാം. ഈ തിരക്കിനിടയിൽ ഭയങ്കര പാടാണ്. ശരിക്കും നമ്മളെ ഡയമണ്ട് കട്ട്സ് പോലെ നംകീൻസ് ആണ്. ഇറ്റ്സ് വെരി നൈസ്. ഫലാഫൽ നോക്കോ. യെസ്. കണ്ണൂറോ ഡാൻസ്, ദാറ്റ് ഈസ് അറബിക് ഡാൻസ് എന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു സെഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ബ്രേക്ക് എടുത്തു. അപ്പോൾ ഈ സമയത്ത് വീണ്ടും ആൾക്കാർ ഭക്ഷണ സ്ഥലം. ഞാൻ എൻ്റെ സ്റ്റാർട്ടേഴ്സൊക്കെ എടുത്ത് കുറച്ചൊക്കെ കഴിച്ചു. കാര്യം ഒരുപാട് കഴിച്ചാൽ നമുക്ക് മെയിൻ ഫുഡ് കഴിക്കാൻ പറ്റില്ല. സുൽഗോ ദാറ്റ്സ് ഇറ്റ്. കുറച്ച് എടുത്തിട്ട് വരാം. ടു മണി മിനിറ്റ്. ഇവിടെ നമ്മുടെ നാട്ടുകാർ വർക്കലയാണ് പുള്ളി. ഓക്കെ, ഷൈൻ എന്നല്ലേ പറഞ്ഞു? ഷൈൻ. അതൊരു സന്തോഷമായി. ഓക്കെ, യെസ്. ഞാൻ അതേ നോക്കൂ, ഫുൾ വെജീസ് പ്ലസ് മീറ്റ്, ഏറ്റവും ബെസ്റ്റ്. പിന്നെ റൈസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി. വളരെ നല്ലൊരു കൗണ്ടറുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ചിക്കൻ ആൻഡ് എനിക്കൊണ്ട് മട്ടൺ ആയിരിക്കാം. 2 ഓപ്ഷൻസും കാണും. പിന്നെ കുറേ ഉണ്ട് കേട്ടോ. അത് വെജാണ് ആ സൈഡ്. പക്ഷേ ഈ സൈഡ് കംപ്ലീറ്റ്. ഇവിടുത്തെ മീറ്റിൻ്റെ ഒരുപാട് സെലക്ഷൻസ് ഉണ്ട്, ഒരുപാട്. ഞാനൊരു സൈഡിൽ നിന്ന് മാത്രമേ എടുത്തു. ഭയങ്കരമായിട്ട് ഗ്രിൽസ് കബാബ്സ് ഒക്കെ നടക്കുന്നു അവിടെ. ബാക്കി കാണാം. ഓക്കെ, അങ്ങനെ ICL ട്രാവൽസ് ആൻഡ് ടൂർസിൻ്റെ കൂടെയുള്ള ഈ ഒരു എന്താ പറയുക ഡെസേർട്ട് സഫാരിയുടെ ബ്യൂട്ടിഫുൾ ഈവനിങ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു എന്താ പറയുക കുറേ ഭയങ്കര രസമായിരുന്നു. അയ്യോ, ആ ഫയർ ഡാൻസ്, എന്തൊക്കെ ഡാൻസ് കണ്ടേ, വലിയ ഡാൻസ്, പല പല കാര്യങ്ങൾ, അറബിക് ഡാൻസ് എല്ലാം കഴിഞ്ഞു. നല്ല ഫുഡ് എല്ലാം എൻജോയ് ചെയ്തു. നല്ലൊരു ഈവനിങ്, നല്ല ക്ലൈമറ്റും. ഇതിപ്പോൾ വിൻ്റർ ടൈമുമാണ്, പറയേണ്ട ആവശ്യമില്ലല്ലോ. സച്ച് എ നൈസ് എക്സ്പീരിയൻസ്. നിറച്ച് ക്രൗഡ്, ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ, 500 പേരോ മറ്റോ ഉണ്ടായിരുന്നു ടോട്ടൽ. പക്ഷേ എന്നാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിൻ്റെ ഇവിടെ ഇപ്പോൾ 2 പാർട്ടായിട്ടോ. ചാൾ കൂടുന്ന സമയത്ത്, ദാറ്റ് ഇസ് സീസൺ ടൈം, 2 സ്റ്റേജ് ഉണ്ട്. അത്രയും ഇത് സ്പ്രെഡ് ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ഡാൻസ് നടക്കുന്ന സമയത്ത് അതേ സമയം അപ്പുറത്തെ സൈഡിലിരിക്കുന്നവർക്ക് സെപ്പറേറ്റ് അവിടെ ഒരു
സ്റ്റേജ് പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെയും നടക്കുന്നുണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ടാണ് രണ്ടും നടക്കുന്നത്. ഇപ്പോൾ സമ്മറൊക്കെ ആകുമ്പോൾ ഓഫ് സീസൺ ആകുമ്പോൾ ഒരു സ്റ്റേജ് മാത്രം വയ്ക്കുക, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ. പക്ഷെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത് കേട്ടോ, ഹോൾ ഗസ്റ്റ്. ഇപ്പം ഞാൻ മൈലാഞ്ചിയുടെ പരിപാടി മാത്രം, ഹെന്ന മാത്രം ഇട്ടില്ല, അതിനുള്ള സമയം കിട്ടിയില്ല, അതാണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ലൊരു ഈവനിങ്. അപ്പോൾ എനിക്കെന്തായാലും ICL ടൂർസ് ആൻഡ് ട്രാവൽസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. എൻ്റെ ചോയ്സ് തെറ്റിയിട്ടില്ല. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ്. കാര്യം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നവരെല്ലാം നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയത്. അനുകുട്ടി കമോൺ എന്തായി? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നു? എൻജോയ് ചെയ്തു. ഞങ്ങൾ പുടുമോളും വിഷ്ണു ഇല്ലാതെ വന്ന് ലേഡീസ് ഒളി എൻജോയ്മെൻ്റ് ആയിട്ട് തിരിച്ചു പോകണു. ഇനിയിപ്പോൾ തിരിച്ച് ഡെസേർട്ട് വഴിയല്ല പോകുന്നത്, നമ്മൾ മരുഭൂമി ഒഴിവാക്കി നമ്മൾ മെയിൻ റോഡിലേക്ക് റോഡ് മാർഗ്ഗമായിരിക്കും പോകണം. അപ്പോൾ ഇനി ഒരു 1.5 hours നമ്മൾ വീടെത്തും. ഇപ്പോൾ 8 o'clock വരെ, 8 ആണോ 8 ആണെന്ന് തോന്നുന്നു അല്ലേ? 8:20 അതിപ്പോൾ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് വീട് എത്തുമ്പോൾ ഏകദേശം ഒരു 10 o'clock ആകുമ്പോൾ എത്തും. അപ്പോൾ മസ്റ്റ് വിസിറ്റ്, അല്ലെങ്കിൽ മസ്റ്റ് വിസിറ്റ് എന്നല്ല പറയാം, മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം ഡെസേർട്ട് സഫാരി. ഡോണ്ട് മിസ് ഇറ്റ്. പോകുമ്പോൾ നല്ല ആൾക്കാരെ സെലക്ട് ചെയ്ത് പോകണം, നല്ല കമ്പനീസ്. ICL ഇസ് എ വെരി ഗുഡ് കമ്പനി. ഓക്കെ, അത് നോക്കിയാണ് അതിലേക്ക് എത്തിയത്. ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പോകണു തിരിച്ച കാറിൽ, അവരുടെ തന്നെ വാഹനത്തിൽ നമ്മളെ അതാണ് ഏറ്റവും സന്തോഷം അല്ലേ? വീടിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് വീടിൻ്റെ അവിടെ തന്നെ കൊണ്ട് എത്തിക്കും. സോ ഇറ്റ്സ് എ പ്രീമിയം ഒരു കാറ്റഗറി ഓഫ് പാക്കേജാണ്. ഓക്കെ, അതെല്ലാവർക്കും അവൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് and keep on watching Lakshmi Nayan Vlogs.